എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർ ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുന്ന 2026 T20 ലോകകപ്പിലെ ഏറ്റവും ആവേശകരമായ സൂപ്പർ 8 പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ്. അജേയരായ ഇന്ത്യയും കരുത്തരായ ദക്ഷിണാഫ്രിക്കയും നേർക്കുനേർ വരുന്ന ഈ മഹാപോരാട്ടത്തിനു മുൻപായി ദക്ഷിണാഫ്രിക്കൻ ക്യാമ്പിൽ അരങ്ങേറുന്ന ഭയപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് നമ്മളിന്ന് തുറന്നുകാട്ടുന്നത്. മത്സരത്തിന് മുൻപ് ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾ നടത്തിയ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കേട്ടാൽ അവർ എത്രത്തോളം ഭയന്നാണ് ഇന്ത്യയെ നേരിടാൻ ഒരുങ്ങുന്നതെന്ന് വ്യക്തമാകും. ഫെബ്രുവരി 22-ന് നടക്കുന്ന ഈ മത്സരത്തിൽ വിജയം മാത്രമല്ല, അഭിമാനവും ചരിത്രവും കണക്ക് തീർക്കലുകളും കൂടിയാണ് അടങ്ങിയിരിക്കുന്നത്. തുടർച്ചയായ വിജയങ്ങളുമായി കുതിക്കുന്ന ഇന്ത്യ ഇതുവരെ ടൂർണമെന്റിൽ ഒരു മത്സരം പോലും തോറ്റിട്ടില്ല. നെതർലാൻഡ്സിനെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ 17 റൺസിന്റെ തകർപ്പൻ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ആ മത്സരത്തിൽ വെറും 200 സ്ട്രൈക്ക് റേറ്റിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത് അർദ്ധ സെഞ്ചുറി നേടിയ ശിവം ദുബെ എതിർ ബൌളർമാരെ അക്ഷരാർത്ഥത്തിൽ പിച്ചി ചീന്തുകയായിരുന്നു. മറുവശത്ത് തങ്ങളുടെ അവസാന മത്സരത്തിൽ UAE-യെ നിഷ്പ്രഭമാക്കി ഏകപക്ഷീയമായി വിജയിച്ചാണ് ദക്ഷിണാഫ്രിക്കയും വരുന്നത്. 2024-ലെ ഫൈനലിൽ ഇന്ത്യയോടേറ്റ ദയനീയ പരാജയത്തിന്റെ മുറിവുണങ്ങാത്ത ദക്ഷിണാഫ്രിക്കയ്ക്ക് ഈ മത്സരം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. എന്നാൽ ഈ സൂപ്പർ 8 പോരാട്ടത്തിനു മുൻപായി ദക്ഷിണാഫ്രിക്കൻ നായകൻ എയ്ഡൻ മാർക്രം മുതൽ ഡേവിഡ് മില്ലർ വരെയുള്ളവർ പറഞ്ഞ വാക്കുകളിൽ ആ പഴയ പരാജയത്തിന്റെ ഭയം വല്ലാതെ നിഴലിക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെ കളിക്കുക എന്നത് വെറും ഒരു മത്സരമല്ലെന്നും അവിടെ തങ്ങളുടെ അഭിമാനമാണ് ചോദ്യം ചെയ്യപ്പെടുന്നതെന്നും മാർക്രം തുറന്നു സമ്മതിക്കുന്നു. ടാലന്റിനേക്കാൾ ബുദ്ധിയും തയ്യാറെടുപ്പുകളുമാണ് ഇന്ത്യക്കെതിരെ ആവശ്യമെന്ന് പറയുന്ന അദ്ദേഹം ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മയെ വല്ലാതെ ഭയക്കുന്നുണ്ട്. ഒരൊറ്റ ഓവർ കൊണ്ട് കളിയുടെ ഗതി മാറ്റാൻ കേൾപ്പുള്ള അഭിഷേകിനെ തുടക്കത്തിൽ തന്നെ വീഴ്ത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മാർക്രം പറയുന്നു. ദക്ഷിണാഫ്രിക്കയുടെ സ്റ്റാർ പേസർ കഗിസോ റബാഡയുടെ വാക്കുകൾ ഇതിലും ഭയാനകമാണ്. സൂപ്പർ 8-ൽ ഇന്ത്യയാണ് എതിരാളികൾ എന്നറിഞ്ഞപ്പോൾ തങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിൽ കുറച്ചുനേരം വല്ലാത്തൊരു നിശബ്ദതയായിരുന്നുവെന്നും പഴയ പരാജയങ്ങൾ എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നുപോയെന്നും റബാഡ വെളിപ്പെടുത്തുന്നു. ദേഷ്യം കൊണ്ടല്ല, അതിയായ ആത്മവിശ്വാസം കൊണ്ടാണ് അഭിഷേക് ശർമ്മ ബാറ്റ് വീശുന്നതെന്നും ബൌളർമാർക്ക് ചിന്തിക്കാൻ പോലും സമയം നൽകാത്ത അവനെ നേരിടാൻ തനിക്ക് ശരിക്കും ഭയമുണ്ടെന്നുമാണ് റബാഡയുടെ ഞെട്ടിക്കുന്ന തുറന്നുപറച്ചിൽ. ഇന്ത്യ വെറുതെ റൺസ് അടിക്കുകയല്ല, മറിച്ച് എതിരാളികളുടെ മൈൻഡ് സെറ്റ് കൂടി തകർക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. ഇതിനൊപ്പം ക്വിന്റൺ ഡീകോക്കിന്റെ വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കൻ ടീമിന്റെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാം. ഇന്ത്യക്കെതിരെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ എപ്പോഴും തന്റെ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ടാകുമെന്നും ചെറിയൊരു തെറ്റുപോലും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുമാണ് ഡീകോക്ക് പറയുന്നത്. ഇന്ത്യ ടീമിന്റെ ഫീൽഡിംഗും എനർജിയും വേറെ ലെവലാണെന്ന് സമ്മതിക്കുന്ന ഡീകോക്ക് അഭിഷേക് ശർമ്മ ബാറ്റ് ചെയ്യുകയല്ല, മറിച്ച് ക്രീസിൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കുകയാണെന്ന് വിശേഷിപ്പിക്കുന്നു. ആദ്യ 3 ഓവറിൽ അവനെ തടഞ്ഞില്ലെങ്കിൽ പിന്നീട് ബൗണ്ടറികൾ എണ്ണുക മാത്രമേ വഴിയുള്ളൂ. ദുർബലരായ ടീമുകൾക്കെതിരെ പന്തെറിയാൻ എളുപ്പമാണെന്നും എന്നാൽ ഇന്ത്യക്കെതിരെ പന്തെറിയുമ്പോൾ കയ്യിലെ പന്തിന് വല്ലാത്ത ഭാരം തോന്നാറുണ്ടെന്നുമാണ് പേസർ മാർക്കോ യാൻസൻ പറയുന്നത്. ഇന്ത്യൻ ടീമിലെ ഓരോ ബാറ്റർമാരും മാച്ച് വിന്നർമാരാണ്. എതിരാളികളുടെ പ്ലാനുകൾ അവർക്കെതിരെ തന്നെ ഉപയോഗിക്കാൻ ഇന്ത്യക്ക് അറിയാം. ആദ്യ പന്ത് മുതൽ തന്നെ ബൗൺസറുകളും സ്ലൂവർ ബോളുകളും യോർക്കറുകളും എറിഞ്ഞ് അഭിഷേക് ശർമ്മയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുമെങ്കിലും അവൻ നിലയുറപ്പിച്ചാൽ കളി കൈവിട്ടു പോകുമെന്ന് യാൻസനും ഭയക്കുന്നു. എന്നാൽ ഇതിലെല്ലാം വെച്ച് ഏറ്റവും സത്യസന്ധമായ പ്രതികരണം വന്നത് ഡേവിഡ് മില്ലറിൽ നിന്നാണ്. ഇന്ത്യ നിലവിൽ തങ്ങളെക്കാൾ ഒരുപാട് മുന്നിലാണെന്ന് അദ്ദേഹം ഒരു മടിയും കൂടാതെ സമ്മതിക്കുന്നു. ടോപ്പ് ഓർഡറിലെ ക്ലാസും മിഡിൽ ഓർഡറിലെ പവറും ബൌളിംഗിലെ അനുഭവ സമ്പത്തും ഇന്ത്യയെ അപകടകാരികളാക്കുന്നു. ഇഷാൻ, സൂര്യ, ഹർദിക്, ബുംറ, കുൽദീപ്, അതുപോലെ തന്നെ എതിരാളികളുടെ ഉറക്കം കെടുത്തുന്ന സഞ്ജു സാംസൺ എന്നിങ്ങനെ ഓരോ ഇന്ത്യൻ താരങ്ങളും കടുത്ത ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. നിർണായക ഘട്ടങ്ങളിൽ ദക്ഷിണാഫ്രിക്ക സമ്മർദ്ദത്തിൽ വീണുപോകാറുണ്ടെങ്കിലും ഇന്ത്യൻ താരങ്ങൾ ഒരിക്കലും പാനിക് ആകാറില്ല എന്നും ആ മാനസിക കരുത്താണ് അവരെ യഥാർത്ഥ ചാമ്പ്യന്മാരാക്കുന്നതെന്നും മില്ലർ ചൂണ്ടിക്കാണിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ മത്സരം നടക്കുന്നതെന്നത് ദക്ഷിണാഫ്രിക്കയുടെ ഉള്ളിലെ ഭയം ഇരട്ടിയാക്കുന്നുണ്ട്. സ്വന്തം നാട്ടിൽ തിങ്ങി നിറഞ്ഞ കാണിപ്പടയ്ക്ക് മുന്നിൽ ആർത്തിരമ്പുന്ന ഇന്ത്യൻ ടീമിനെ പരാജയപ്പെടുത്തുക എന്നത് ദക്ഷിണാഫ്രിക്കയ്ക്ക് സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നമാണ്. എത്ര വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിയാലും മുൻകാല പരാജയങ്ങളുടെ ഭീതി അവരെ മാനസികമായി തളർത്തുന്നുണ്ട്. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ ഈ പോരാട്ടത്തിൽ ഇന്ത്യൻ സിംഹങ്ങൾ ദക്ഷിണാഫ്രിക്കയെ വീണ്ടും തവിടുപൊടിയാക്കുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.